അയ്യോ പിന്നെ കുറച്ച് കറുപ്പിക്കും, അത്രയും കുറിപ്പിക്കണ്ട. അങ്ങനെ കുഴപ്പമില്ല. എന്താ പറഞ്ഞതെന്നറിയോ, ഹെയർ ചെയ്ത് കഴിഞ്ഞപ്പോ എന്നെ കാണുമ്പോ നല്ല ഭംഗിയുണ്ട്, ഇനി മേക്കപ്പിന്റെ ആവശ്യമില്ല. ഞങ്ങളെ മൂന്നാമത്തെ ബ്രൈഡാട്ടോ അന്നത്തെ. ഇത് എൻഗേജ്മെന്റ് ആണ്, ബാക്കിയൊക്കെ കല്യാണക്കാരായിരുന്നു. എന്താ വേണ്ടത് അഞ്ജന? അഞ്ജനക്ക് കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അഞ്ജന വിചാരിച്ച പോലെയല്ല. അയ്യോ പിന്നെ മേക്കപ്പ് ഇടും വേണം. പിന്നെ പിന്നെന്താ ചെയ്യട്ടെ, ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ശേഷമാണ് ഞങ്ങൾ ഇൻട്രോ എടുത്തത്. അപ്പൊ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞങ്ങളെ ഹെയർ പരിപാടികളൊക്കെ കഴിഞ്ഞതാണ്. ജസ്റ്റ് ഫേസ് മേക്കപ്പ് മാത്രമേ ബാക്കിയുള്ളൂ, എല്ലാ പരിപാടിയും കഴിഞ്ഞു. വെറുതെ ടെൻഷൻ ആവുന്ന, ടെൻഷൻ ആവാൻ വേണ്ടി ടെൻഷൻ ആവാം. എക്സാം എഴുതാൻ പോലും ഇത്ര ടെൻഷൻ കയറും. ടെൻഷൻ ആവലില്ല. എൻഗേജ്മെന്റ് കുറച്ച് സമയം തോന്നി എടുക്കുന്നത്, കല്യാണം പെട്ടെന്ന് മുഹൂർത്തത്തിന് കഴിയുന്ന അതുകൊണ്ട് അതൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളാ തോന്നിയ കേട്ടോ. ഇനി എന്തെങ്കിലും കുറച്ചാലും കുഴപ്പമില്ല, ഇല്ലേലും കുഴപ്പമില്ല. പൊട്ടൊക്കെ തൊട്ടാ സെറ്റ് ആയി. എന്താ പറഞ്ഞതെന്നറിയോ, ഹെയർ ചെയ്ത് കഴിഞ്ഞപ്പോ എന്നെ കാണുമ്പോ നല്ല ഭംഗിയുണ്ട്, ഇനി മേക്കപ്പിന്റെ ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഭംഗി പോയാ പോലെ. അത് മേക്കപ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. കോണ്ടോർ ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ച് ചെറുതായിട്ട് കോണ്ടോർ ചെയ്ത് നോക്കിയിട്ടൊക്കെ സെറ്റാക്കണേ. എങ്ങനെ ആദ്യം നീ മുന്നേ ഉദ്ദേശം ചെയ്തു. ഒന്ന് ട്രയലല്ലേ, എന്തെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പോവാൻ സമയത്ത് പാർട്ടി മേക്കപ്പിനൊക്കെ വരാം. ഏതെങ്കിലും കല്യാണത്തിൽ പോകുമ്പോ എന്ത് ചെയ്യും, ഒന്ന് വെറുതെ കുറച്ച് ബീബിക്ക് കൂടെ തേക്കും, പിന്നെ ഒരു പൊട്ടിടും, കണ്ണ് എഴുതും, ആ ലിപ്സ്റ്റിക് ഇടും. അതെന്നെ ഓവറായി തോന്നും. കഴിഞ്ഞ് നമ്മള് സുന്ദരിയായി. എന്നിട്ട് അത് തുടയ്ക്കണം ആദ്യം ഇറങ്ങണേനുണ്ട്. എന്താ പ്രത്യേകത ഉണ്ടോ മുഹൂർത്തത്തിന്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഈ കുറെ കാലത്ത് മണ്ഡലം കഴിഞ്ഞ് വെറുതെ കഴിഞ്ഞ കല്യാണം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ചില മാസങ്ങളിലെ കല്യാണം നടക്കുള്ളൂ. ജനുവരി, അതായത് മകരം കുംഭമാവില്ല അടുത്ത, അപ്പൊ പിന്നെ കല്യാണം നടക്കൂല. കാരണം എല്ലാം ഹിന്ദു ബ്രൈഡ്സാ. കാരണം നമ്മൾ തന്നെ ഇപ്പൊ 3 മേലെ ഒന്ന് ലൊക്കേഷനും വന്നോണ്ടേ ഓടിയെത്തൂലോ എന്നുള്ളതുകൊണ്ടാണ് പിന്നെ എടുക്കാണ്ടിരുന്നത്. ഒരുപാട് എൻഗേജ്മെന്റ് ഒക്കെ പൊതുവെ ഇവിടെ തന്നെയാണ് എല്ലാവരും. ഒരു ആരും ബുദ്ധിമുട്ടിക്കാനുണ്ടാവില്ല, നമുക്ക് ഫ്രീഡം ഉണ്ടാവും, കറണ്ട് പോവില്ല. മറ്റേത് കല്യാണ വീട്ടില് കുറേ ആളുണ്ടാവുമല്ലോ, അപ്പൊ പലതരം അഭിപ്രായങ്ങളുണ്ടാവും. എന്നാലും മുട്ടാനുണ്ടാവും. കല്യാണ വീട്ടില് മുട്ടലില്ലാത്തൊരു കല്യാണ വീട് ബുദ്ധിമുട്ടാക്കാണേ. ശരി, അതോടെ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ. അയ്യോ പിന്നെ കുറച്ച് കറുപ്പിക്കും, അത്രയും കുറിപ്പിക്കണ്ട. അങ്ങനെ കുഴപ്പമില്ല. ഒരു ബ്രൈഡ് എന്നെ കുറച്ച് കറുപ്പിച്ച് തരുമോന്ന് ചോദിക്കുന്നത്. എനിക്ക് എന്റെ ടോൺ തന്നെ മതി. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ സ്വന്തം ടോണ് ഭയങ്കര ഫെയർ ആണ്, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. എന്നെക്കാളും നേരത്തെ എന്റെ കല്യാണം. ഇത്ര ആത്മാർത്ഥത വേറെ ആർക്കുണ്ടാവും? അതെ, ഞാൻ കിടന്നുറങ്ങാൻ പറഞ്ഞപ്പോൾ അവൾ എണ്ട് പോവാന്ന് പറഞ്ഞത്. അപ്പോഴാണോ മനസ്സിലായത് എന്നാണ് എന്റെ എൻഗേജ്മെന്റ് എന്നുള്ളത്? എനിക്ക് അറിയാം, ടെൻഷൻ. ഞാൻ 5 മിനിറ്റ് കൂടെ അവിടെ ഇരുന്നാൽ കൊള്ളാന്നുണ്ട്. വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞോ, റിലാക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പഞ്ചാബി മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നേരത്തെ എന്റെ സകല മൂടും പോയി അന്ന് പേഷ്യന്റ് വന്ന് അന്നൊക്കെ ഞാൻ സഹിച്ചു തരും, ഒന്നും പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നൊന്നും ചെയ്യരുത്. എന്ത് മ്യൂസിക് കേട്ടിട്ടാ? വേണ്ടെന്ന് പറഞ്ഞു. പാവല്ലേ നീ അച്ഛല്ലേ? ഏയ് പ്ലീസ് കുളിപ്പഴിച്ചിട്ടാ അങ്ങനെ ചോദിക്കാനുള്ള അവസ്ഥ വരുത്തരുത്. ഇയാള് വേണമെങ്കിൽ അവിടുന്ന് ചോദിക്കുകയും ചെയ്യോ? ആള് ഭയങ്കര സിമ്പിളായിട്ടൊക്കെ വരുന്നു, ഞാൻ മാത്രം ഒരു മാതിരി തറ ഇട്ടേ പോലെ ശരിയാവും. ഇപ്പത്തിന് ഞാൻ ഓവറാണോ മൂവിന്ന് പറയുന്ന മാതിരി ബ്യൂട്ടീഷ്യൻ വളരെ സിമ്പിൾ. പാർലർ നടത്തുന്ന കോപ്പി ചേച്ചി അതിനെന്തിനു പങ്കജ ചേച്ചി എന്തോന്നല്ല പുഷ്പലത ചേച്ചി. കണ്ണ് എനിക്ക് കിട്ടാനിട്ടാണോ
അതോ ഇറുക്കി വെച്ചിട്ടാണോ? പേടി വരുമ്പോ കണ്ണ് പൊതുവെ പൂട്ടി വെക്കും. അങ്ങനെയാണോ? കാരണം ഇത് ഞാൻ വല്ല ഗുഹയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എടുക്കണ പോലെയാണ് കഷ്ടപ്പെട്ട് പിടിച്ച് വലിക്കുക. ഒന്ന് ഡീപ് ബ്രീത്ത് എടുത്ത് വിട്ടെ. അത് പോക്കറ്റത്തേക്ക് ഞാൻ ഉറങ്ങിയ കണ്ണ് കുറച്ച് വിടർന്നിട്ടാലും ഹെൽപ്പ് ആവുമല്ലോ വിചാരിച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉറങ്ങിയതാ. പക്ഷെ ബ്രേക്ക് ആ കുട്ടി കൈ കഴിയുന്നുണ്ടോ? താഴെ വെച്ചോ. എന്താ അവര് രണ്ടാളും മാറി മാറി എടുക്കണത്, ഒരാൾക്ക് ബുദ്ധിമുട്ട് വരരുതെന്ന് വിചാരിച്ചിട്ട്. ഒരു പരസ്പരം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. എങ്ങനെയായിരുന്നു വാക്സിൻ എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് ഒരു കൈ നല്ല വേദനയുണ്ട്. പക്ഷെ കൈയത്തേക്ക് മരവിച്ച പ്രശ്നം. പിന്നെ ഒന്നും അറിഞ്ഞില്ല, മൊത്തത്തിലൊരു മരവിപ്പായിരുന്നു. ത്രെഡ് ചെയ്യണമെന്ന് നിർബന്ധം പറഞ്ഞു വെച്ചതാ. ചെയ്യോ? എന്നിട്ട് എൻ്റെ അടുത്തൊക്കെയാണ് വരണേ, ചെയ്തിട്ട് വേറെ ആർക്കും കൊണ്ട് കൊടുക്കരുത്. കുഴപ്പമുണ്ടോ? ഒന്നുമില്ല, ചിരിക്കാനേ ഞാൻ മുഖത്തൊക്കെ ചിരിക്കാനോ വിചാരിച്ചു. സ്മൈൽ പറയുമ്പോ എന്റെ മുഖത്തൊക്കെ ചിരിക്കാം. എന്റെ മൂക്ക് കൊള്ളകി മാത്രം ഹൈലൈറ്റ് ചെയ്താൽ മതി. മൂക്ക് നല്ല സുന്ദരി മൂക്ക. നമ്മള് പക്ഷെ ബുക്ക് ചെയ്യാൻ വന്നപ്പോ നമ്മുടെ രണ്ടാളും കണ്ടില്ലല്ലേ. അന്ന് പോപ്പിത്ത എവിടെയാണ്? മലേഷ്യയിലോ മാലീവ്സിലോ കറങ്ങാൻ പോയിരുന്നു. എന്റെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് പറയാം, എനിക്ക് എന്തോ അവളെ കണ്ടിട്ട്. ഞാനിത് ഇൻസ്റ്റയില് മാത്രല്ലേ കാണുന്നുള്ളൂ. മറ്റേ നമ്മളൊരു ആക്ട്രസിനൊക്കെ പോയി കണ്ടാലുണ്ടാവുന്ന ഒരു ഫീൽ ഇല്ല, അതേപോലെ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി എന്നെ കുറിച്ചിട്ട്. കണ്ടിട്ട് വേറെന്തോ കണ്ട പോലെയാണ്. ഇനി പിന്നെ നേരിട്ട് കാണുന്നവർക്ക് റീലുണ്ട് ഒരവസ്ഥ ഉണ്ടാവുന്ന ഞാൻ ആലോചിക്കുന്നത്. അച്ഛനമ്മയ്ക്കുന്ന ഭാഗ്യത്തിന് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം. അറേഞ്ച് മാരേജാ? പഠിക്കാൻ സമയം കിട്ടിയില്ലല്ലേ? ഓ, പഠിക്കാൻ സമയം കിട്ടിക്കുന്നു. പിന്നെ ഞാൻ എത്ര വയസ്സ് വന്നു? ഞാൻ എന്റെ ജീവനായി പോയില്ലേ, ഞാൻ പോയിട്ട് ആത്മഹത്യ ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് ഇതേപോലെ ഞാൻ വിചാരിച്ചു ലോകത്ത് ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതുപോലെ മറ്റൊരു ഐറ്റം കൂടി ഉണ്ട്. ക്യാമറ പിടിച്ച് നിൽക്കുന്ന ഐറ്റം മാത്രമേ ഉള്ളൂ. അതുണ്ടോ? ഞങ്ങളത് കഴിഞ്ഞു കേട്ടോ. ആണോ? ഇനി നീട്ടാൻ പറയരുത്, അത് കഴിഞ്ഞു. ആ മേക്കപ്പ് കഴിഞ്ഞു. ഓക്കെ അല്ലേ? നോക്കിയേ, പൊട്ടല്ലേ? പൊട്ടാക്കാം, കുഴപ്പമില്ല. ബാക്കി ഓക്കെ അല്ലേ? നോക്ക്. കുഴപ്പമില്ലല്ലേ? ചുണ്ടില് നേടുണ്ട്. അങ്ങനെ അതാ ഞാൻ ചോദിച്ചത്, മേക്കപ്പ് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. കുട്ടിക്ക് മനസ്സിലാവണുണ്ട്. ഇതിനാണ് പറയുന്നത് ഇൻസ്റ്റാഗ്രാം കൃത്യമായിട്ട് കാണണം. ഓരോ വീഡിയോസ് ഷെയർ ചെയ്യണം. മേക്കപ്പ് ഇവ കഴിച്ചെടുക്കാറുണ്ട്. മേക്കപ്പ് തുടച്ചിരുന്ന കുട്ടിയുടെ വീഡിയോ കുറെ ജിമ്മിന്റെ. എന്നിട്ട് അതിന്റെ താഴെ ഒരു കമന്റ് പോലും ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ചെയ്യും. അങ്ങനെ കുഴപ്പമില്ല, എന്റേനും ചെയ്തോണ്ടി, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു രണ്ടഭിപ്രായം, എന്നോടൊരു സ്നേഹം പ്രകടനം. എനിക്ക് വയ്യ, ഇപ്പൊ കണ്ടാൽ ആരും ഒന്ന് കണ്ടു വെക്കും. ഇതാണ് ജെന്യൂൻ റിവ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ജെന്യൂൻ റിവ്യൂ. വേറെ നമ്മൾ മാനസികമായിട്ട് അതിനോട് യോജിക്കും. ഒന്ന് റിവ്യൂ മതിയേക്ക് പറയോ പ്ലീസ്. നല്ല മേക്കപ്പായിരുന്നു, ടൈം പോയത് അറിഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിക്കണ പോലെയല്ലേ? ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറയൂ കുട്ടി. നല്ല രസമുണ്ട്. ഞാനാണെങ്കിൽ ഇന്ന് ഈ ടെൻഷൻ ഓവറായി നാളെ നല്ല റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ എടുത്ത് അയച്ചത് ടെൻഷൻ കാരണം. ഇത് സത്യത്തെ കേട്ട് കഴിഞ്ഞാല് ആദ്യം എന്നെ പോലെ ഇല്ലേ, വേറെ ആരോ പോലെ ഉണ്ട് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് നല്ല റിവ്യൂ പറയുന്നു. വളരെ നന്നായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ബ്രൈഡ് അഞ്ജന, വൺ ആൻഡ് ഓൺലി അഞ്ജന അല്ലേ? പി അഞ്ജന പി. ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം, എല്ലാവരോടും ഫോളോ ചെയ്യാൻ പറയാം, എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറയാം കേട്ടോ. ഇത്രയും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പരിപാടി. എല്ലാവർക്കും ബോറടിക്കുമ്പോൾ, ടെൻഷൻ അടിക്കുമ്പോൾ, ഡിപ്രഷൻ വരുമ്പോൾ ഒക്കെ ഈ വീഡിയോ ഒന്ന് കാണാം. ഞാൻ എത്ര കാലം എന്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് ഡിപ്രഷൻ മാറിയിരുന്നു. നിന്റെ കൂടെ ജീവിച്ചിട്ട് ഭാഗ്യം, എന്റെ ഡിപ്രഷൻ കംപ്ലീറ്റ് പോയിപ്പോയി. നിനക്ക് വല്ല ഡിപ്രഷൻ ഉണ്ടെങ്കിൽ വേഗം പോരും, ഇപ്പൊ ഞങ്ങള് സോൾവ് ചെയ്ത് തരാം. അതന്നെ, അതേ നമ്മൾ വിചാരിക്കേണ്ടുള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് ഉപകാരം അല്ലെങ്കിലും നാട്ടുകാർക്ക് ഉപകാരം വേണം. അപ്പോൾ
ഓൾ ദി ബെസ്റ്റ്. നല്ല മിടുക്കി കുട്ടിയായിട്ട് ടെൻഷനൊന്നും ഇല്ലാണ്ട് എൻഗേജ്മെന്റ് ഒക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് വാട്ടാ. ഓക്കെ, ടെൻഷനൊന്നും വേണ്ട കേട്ടോ, നമ്മൾ തമാശ പറഞ്ഞാണേ.